വളരെ എളുപ്പത്തിൽ നല്ല അടിപൊളി ടേസ്റ്റിലൊരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഒന്ന് കണ്ടാലോ? അപ്പോൾ എല്ലാവരും വരൂ, നമുക്ക് നോക്കാം കേട്ടോ. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 2 സവാള, 2 ടൊമാറ്റോ, 5-6 അല്ലി വെളുത്തുള്ളി, ചെറിയ പീസ് ഇഞ്ചി, പിന്നെ നട്ട്സ്, കിസ്മിസ്, പിന്നെ വെജിറ്റബിൾസ് നമുക്കിഷ്ടമുള്ളതൊക്കെ ചേർക്കാം കേട്ടോ. ഞാൻ ഇവിടെ ബീൻസ്, ക്യാരറ്റ്, പൊട്ടറ്റോ ഇതൊക്കെയാണ് എടുത്തേക്കുന്നത്. ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഈ വെജിറ്റബിൾസ് ഒന്നും അവോയ്ഡ് ചെയ്യരുത് കേട്ടോ, ഇത് മെയിനാണ്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള മട്ടർ വേണമെങ്കിൽ ചേർക്കാം. മട്ടർ ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. അതേപോലെ എല്ലാ വെജിറ്റബിൾസും ഇതിന് മാച്ച് ആകത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ എടുത്ത ഈ മെയിൻ വെജിറ്റബിൾസ് എടുക്കുക. സ്റ്റാർട്ട് ചെയ്താലോ? ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് ഞാനൊരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പനീർ ഞാൻ ആദ്യം ഒന്ന് അമൂലിൻ്റെ പനീറായിരുന്നു, അതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകി ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് എന്താ വെച്ചാൽ ഫ്രീസറിൽ കിടക്കുന്നതല്ലേ, അന്നേരം അതിൻ്റെ തണുപ്പ് മാറാനൊന്ന് വെച്ചിട്ട് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ വെള്ളം പോകാൻ വെച്ചിട്ട് ആണ് ഇതിപ്പം നെയ്യിൽ ഞാനൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി വയ്ക്കുക. ഇനി അടുത്ത ഞാനിപ്പോൾ ഉരുളിയിലാണ് ചെയ്യുന്നത്. കുക്കറിൽ ചെയ്യണമെന്നുള്ളവർക്ക് കുക്കറിൽ ചെയ്യാം, പക്ഷേ എനിക്ക് കൂടുതലിഷ്ടം ഉരുളിയിൽ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. അന്നേരം അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മുടെ നട്ട്സും കിസ്മിസും ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതങ്ങ് മാറ്റിയിട്ട് നമുക്കിനി നമ്മുടെ മസാലകളെല്ലാം ചേർക്കാം. അത് ഞാനൊരു 2 പിഞ്ച് പെരിഞ്ജീരകം, പിന്നെ 1 പിഞ്ച് നല്ല ജീരകം, പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് അതും ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചമണം മാറാനായിട്ട് ഒന്ന് മൂപ്പിച്ച് ഈ നെയ്യ് തന്നെ എടുക്കുന്നുണ്ട്. നെയ്യ് മാത്രമല്ല കേട്ടോ, കുറച്ച് ഓയിലും കൂടി ചേർക്കണം. ഞാനിപ്പോൾ കോക്കനട്ട് ഓയിൽ തന്നെയാണ് ചേർത്തേക്കുന്നത്. സൺഫ്ലവർ ഓയിലുള്ളവർക്ക് അത് ചേർക്കാവുന്നതാണ്. ഞാൻ യൂഷ്വലി കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അത് ചേർക്കുന്നത്. ഒരു ടേസ്റ്റ് ഡിഫറൻസും ഇല്ല, നല്ല ടേസ്റ്റ് തന്നെയാണ് കോക്കനട്ട് ഓയിലും ചെയ്താലായിട്ട്. കൂടുതൽ നെയ്യാണ് ചേർത്തത്. പിന്നെ അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ചേർക്കുന്നു. അതിൻ്റെ പച്ചമണം ഒന്ന് മാറുമ്പോഴത്തേക്ക് നമ്മുടെ സവാള, 2 സവാളയാണ് ചേർത്തേക്കുന്നത്, നീളത്തിൽ കട്ട് ചെയ്ത സവാള, അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആ സവാളയൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക്, അതായത് ഒരു ബ്രൗൺ കളർ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് വഴറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ചേർത്തേക്കുന്നത് ബീൻസ്, ക്യാരറ്റ്, പൊട്ടറ്റോ, ഇത്രയും വെജിറ്റബിൾസാണ് ചേർത്തേക്കുന്നത്. ഞാൻ മട്ടർ ചേർത്തിട്ടില്ല. മട്ടർ ഇഷ്ടമുള്ളവർക്ക് അതും ചേർക്കാവുന്നതാണ്. ഈ 3 വെജിറ്റബിൾസ് അവോയ്ഡ് ചെയ്യരുത് കേട്ടോ, ഇത് മസ്റ്റാണ്. പൊട്ടറ്റോ സാധാരണ അധികം ആരും ചേർക്കാറില്ല, പക്ഷേ പൊട്ടറ്റോ ചേർക്കുന്നത് നല്ല ടേസ്റ്റി തന്നെയാണ് കേട്ടോ. എനിക്കും അറിയില്ലായിരുന്നു, ഞാനിങ്ങനെ ഒരു വീഡിയോയിൽ കണ്ട് അങ്ങനെ ചെയ്ത് നോക്കിയപ്പോഴാണ് ടേസ്റ്റിയാണെന്ന് മനസ്സിലായത്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത്, ഞാൻ ഉപ്പ് ഇതുവരെ ചേർത്തില്ലായിരുന്നു, കുറച്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് അതൊന്ന് നല്ലതായിട്ട് ഒന്ന് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ കൂടെ ഒരു 4-5 പച്ചമുളകും കൂടെ അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കേണ്ടതാണ്. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, അത് കാശ്മീരിയും ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്തതാണ്, 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പെപ്പർ, അതും ചേർക്കുന്നു. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം നല്ലതായിട്ട് ഈ വെജിറ്റബിൾസിലൊന്ന് മിക്സ് ചെയ്ത് പച്ചമണം മാറുന്നിടം വരെ വഴറ്റിയെടുക്കുക. ഞാൻ ആദ്യം സിമ്മ് ചെയ്തിട്ടായിരുന്നു ഈ മസാലകളെല്ലാം ഇട്ടത്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതെല്ലാം നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ആ മസാലയെല്ലാം നല്ലതായിട്ട് ഒന്ന് ഡ്രൈ ആയി വഴണ്ട് ഈ വെജിറ്റബിൾസിലൊന്ന് മിക്സായി വരുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി അരിഞ്ഞു വെച്ചത്, അതായത് 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചത് ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. ഇതും ഒന്ന് നന്നായിട്ട് ടൊമാറ്റോ നല്ല സോഫ്റ്റായിട്ട് ഒന്ന് മെൽറ്റായി വരുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ആ തക്കാളി ഒന്ന് വെജിറ്റബിൾസിൻ്റെ കൂടെ മിക്സാക്കി കൊടുത്തിട്ട് ഞാനൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് അടപ്പ് വെച്ച് അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് അതിലെ വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് സോഫ്റ്റായി വരാനായിട്ടാണ്. ഇപ്പോൾ അത് നല്ല കറക്റ്റ് പരുവായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂട്ടത്തിൽ ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില വേണമെങ്കിൽ ഇടാം, പക്ഷേ വെജിറ്റബിൾ ബിരിയാണിക്ക് കൂടുതൽ മല്ലിയിലയാണ് ടേസ്റ്റി. കറിവേപ്പിലയും കൂടെ ഇടേണ്ടവർക്ക് ഇടാം കേട്ടോ. ഈ സമയത്ത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
മല്ലിയിലയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കഴുകി വാരി വെച്ചേക്കുന്ന അരിയുണ്ടല്ലോ, അതായത് നമ്മുടെ ബിരിയാണി റൈസാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്ന സിനാറ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ ഒരു അരമണിക്കൂർ കുതിർത്തിട്ട് നന്നായി കഴുകി വെച്ചേക്കുന്നതാണ്. തോരാനായിട്ട് വെച്ചിരുന്ന റൈസ് ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. ഇനി അത് നന്നായിട്ട് ഇതിൻ്റെ കൂടെ മിക്സാക്കി എടുക്കുക. അതൊന്ന് അരിയൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരണം. നമുക്കൊരു കടിക്കുമ്പോൾ ഒരു പൊട്ടുന്ന ഒരു പരുവം ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഒന്ന് ഫ്രൈ ആയി വരുന്ന പോലെ ഒന്ന് ചെയ്യണം. ഇവിടെ ഞാൻ എടുത്തേക്കുന്ന 2 ഗ്ലാസ് റൈസാണ്. അപ്പോൾ ഇതിപ്പോൾ ഉരുളിയിൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിലാണ് ചേർത്തേക്കുന്നത്. രണ്ടും ചിലപ്പോൾ ഇച്ചിരി കൂടെ ചേർക്കേണ്ടി വരും, ഓരോ റൈസിൻ്റെ വേവ് അനുസരിച്ചാണ് കേട്ടോ. ഞാൻ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് റൈസ് ഒന്ന് നന്നായിട്ട് ഇതിൽ ആ മസാലയെല്ലാം പിടിച്ചൊന്ന് ഡ്രൈ ആയി വന്നപ്പോഴത്തേക്ക് ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇപ്പോൾ ഏതാണ്ട് 4.5 ഗ്ലാസോളം വെള്ളം ചേർത്ത് കേട്ടോ. ചില കുക്കറിലാകുമ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് കുക്കായി വരും, ഇതിലാകുമ്പോൾ കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അത് റൈസിൻ്റെ അനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഉപ്പും കൂടി ഒന്ന് നോക്കുക. ഉപ്പ് കുറവായിരുന്നു, അന്നേരം ഞാൻ സോൾട്ട് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് നല്ല വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അടപ്പ് വെച്ച് അടച്ച് ഒരു തീരെ സിമ്മും അല്ല എന്നാൽ അതിലും കുറച്ചുകൂടെ ഫ്ലെയിമിൽ വേണം അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ. ഒരു 15 to 20 മിനിറ്റ്സിനുള്ളിൽ റൈസ് കുക്കായി കിട്ടും. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റിന് ശേഷം ഒന്നുകൂടെ തുറന്നിട്ട് ഞാൻ കുറച്ച് ഗ്രേപ്സ് കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ഉണക്കമുന്തിരിങ്ങ. ഇത് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇത് സ്കിപ്പ് ചെയ്യരുത്, ഇതെല്ലാവരും ചെയ്യണം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റാണോ എന്ന് നോക്കുക. ഇപ്പോൾ ഒരു പകുതി കൂടുതൽ റൈസ് വെന്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒഴിച്ച വെള്ളം കറക്റ്റായിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ അഥവാ വെള്ളം കുറവാണ് തോന്നുന്നെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ചൂടുവെള്ളം ഇത് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അത് വേകാൻ പാകത്തിനുള്ള വെള്ളം. കുക്കറിൽ വെച്ചാൽ നമുക്കിങ്ങനെ ഇടയ്ക്ക് ഓപ്പൺ ചെയ്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് പക്ഷേ ഇങ്ങനെ ഉരുളി ചെയ്യുന്നതാണ് ഇഷ്ടം. ഇതാണ് എനിക്ക് പെർഫെക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അടപ്പ് വെച്ച് അടച്ച് ക്ലിപ്പും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും ആവി പുറത്തു പോകാതിരിക്കും. അതേപോലെ ഈ ടൈം നമ്മൾ കുക്ക് ചെയ്യുന്നത് തീരെ സിമ്മിലായിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു 10 മിനിറ്റ്സ് കൂടി തീരെ സിമ്മിൽ തന്നെ കുക്ക് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ടും ഒരു 10 മിനിറ്റ്സും കൂടെ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അടപ്പ് തുറക്കാവുള്ളൂ. ഇപ്പം കണ്ടില്ലേ, നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. റൈസ് ഒന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണ്ടേ. നമ്മൾ നട്ട്സും കിസ്മിസും പനീറും ഒക്കെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നില്ലേ, ഇതെല്ലാം ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം ടോപ്പിംഗ് ആയിട്ട്. ഇനി അഡീഷണലായിട്ട് മല്ലിയില ഫ്രഷ് ആഡ് ചെയ്യേണ്ടവർക്ക് ഈ ടൈം അതും കൂടെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഓൾറെഡി അത് നന്നായിട്ട് ആഡ് ചെയ്തേക്കുന്നതുകൊണ്ട് ഇനിയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഈ രീതിയിലൊന്ന് ബിരിയാണി ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, ഒരു കറിയും വേണ്ട. ഇത് ഇങ്ങനെ തന്നെ റോ ആയിട്ട് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. പിന്നെ ആഡ് ഓൺ ആയിട്ട് നമുക്ക് സലാഡും പപ്പടവും അച്ചാറും ഒക്കെ ഇതിൻ്റെ കൂടെ എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഈ രീതിയിൽ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവർ ഉടനെ തന്നെ ലൈക്ക് ചെയ്യൂ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ബിരിയാണി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻസ് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടി ഉടനെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് ബൈ ഫ്രം സ്വപ്ന അരുൺ.